വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 15 ടൂറിസ്റ്റുകൾ മരിച്ചുവെന്ന് റിപ്പോർട്ട്. തെക്കൻ വിയറ്റ്നാമിൽ ഫൂക്വാക് ദ്വീപിന് സമീപമാണ് അപകടം. 32 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. കാർത്തിക് വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് ആ ദൃശ്യങ്ങൾ തെരച്ചിലടക്കം നടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് Mình đi cái đâu nào á? Hả? Chị thôi mình đi vô trong đi cô. കാർത്തിക്, എന്താണ് സംഭവിച്ചത്? വിയറ്റ്നാം നമുക്കറിയാം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിരവധി ഇന്ത്യക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. എവിടെയാണ് ഈ അപകടം ഉണ്ടായത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന 32 പേരിൽ 15 പേർ മരിച്ചു എന്നാണ് ഇതുവരെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ വലിയ തോതിൽ ഉള്ള അപകടം തന്നെയാണ് ഉണ്ടായത്. ഒരുപക്ഷെ മരിച്ചവരുടെ എണ്ണം ഉയരാം എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ ഉണ്ടായ ഈ അപകടം വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫ്യൂക്കോക്കിന് സമീപമാണ് ഇത്തരത്തിൽ ബോട്ട് തലകീഴായി മറിഞ്ഞത്. ഇത് ഓഷ്യൻ പിയർ ഐലൻഡ് കമ്പനി എന്ന കമ്പനിയുടെ സ്പീഡ് ബോട്ടായിരുന്നു. ഇത് വിനോദസഞ്ചാരികളെ ഇരു കരകളിലേക്കും കൊണ്ടുപോകുന്ന സ്പീഡ് ബോട്ടാണ്. ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികളായിരുന്നു എന്നതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. അതായത് 32 പേരും ഇന്ത്യക്കാരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിൽ 15 പേർ മരിച്ചു, 18 പേരെ രക്ഷപ്പെടുത്തി. 4 ക്യാബിൻ ക്രൂവും ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വിവരങ്ങൾ അനുസരിച്ച് ടൂറിസ്റ്റുകളെ ഹോൺമൈ റൂത്തിൽ നിന്ന് ആൻതോയ് തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ ബോട്ട്. ഏതാണ്ട് 400 മീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. ഈ സമയത്ത് മഴയുണ്ടായിരുന്നില്ല, പക്ഷേ ശക്തമായ കാറ്റുണ്ടായിരുന്നു, കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ഒരുപക്ഷെ ഇതാകാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക വിവരം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. പിന്നീടാണ് സൈന്യവും അതോടൊപ്പം തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവർ പോലീസും ഒക്കെ സംയുക്തമായുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനവും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അവിടെ തുടരുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസിയാണ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ എംബസി ഈ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി വരികയാണ്. ഇന്ത്യൻ എംബസി കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങളടക്കം വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻതോയ് തുറമുഖത്ത് അടിയന്തര പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതാദ്യമായല്ല ഇത്തരത്തിൽ അപകടം വിയറ്റ്നാമിലെ ഈ ദ്വീപിൽ ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ജൂലൈ 2025 48 പേരുമായി സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് 35 പേരാണ് മരിച്ചത്. അതിൽ 20 കുട്ടികളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ കടൽക്ഷോഭവും ഒപ്പം ശക്തമായ കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ അവിടെ പതിവാകുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. എന്തായാലും വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫൂക്വാക്കിന് സമീപം ഉണ്ടായ ഈ അപകടത്തിൽ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. 32 ഇന്ത്യക്കാർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവർ വിനോദസഞ്ചാരികളായിരുന്നു. ഇവർ വിയറ്റ്നാം വിവിധ പ്രദേശങ്ങൾ കാണാൻ ടൂറിസ്റ്റുകളായി എത്തിയതാണ്. ഇവരിൽ 15 പേർ മരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ദാരുണമായൊരു സംഭവമാണ് വിയറ്റ്നാമിൽ ഉണ്ടായിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ഈ ബോട്ടിൽ സഞ്ചരിച്ച വിനോദസഞ്ചാരികൾ, അവരിൽ കൊല്ലപ്പെട്ടവരിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരുമുണ്ട് എന്നാണ് വിവരം. കൂടുതൽ തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.